ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ മത്സരമായിട്ടുള്ള GT വേഴ്സസ് ഡൽഹി മത്സരത്തിൽ നമ്മൾ ആരെയൊക്കെ ഒരു കോർ ടീമായിട്ട് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത്തെ പിച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഋഷഭ് പന്തിന് അത്യാവശ്യം സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പിച്ച് കണ്ടീഷനാണ്. പുള്ളി മിഡിൽ ഓർഡറിൽ വന്ന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ പുള്ളിക്ക് ഇന്നത്തെ കണ്ടീഷൻസ് അത്യാവശ്യം നന്നായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ശുഭ്മാൻ ഗില്ലിന് കുൽദീപ് യാദവ്, ഇഷാൻ കിഷൻ, അക്ഷർ പട്ടേലിനൊക്കെതിരെ നല്ല റെക്കോർഡുള്ള ഒരു താരമാണ്. അപ്പോൾ ഏകദേശം അവരുടെ ഒരു മെയിൻ ബോളേഴ്സിനെതിരെയൊക്കെ നല്ല മികച്ച റെക്കോർഡുകളുള്ള ഒരു താരമാണ് ശുഭ്മാൻ ഗില്ല്. അത് മാത്രമല്ല ഗില്ലിന്റെ ഒരു ഹോം ഗ്രൗണ്ട് കൂടിയാണ്. അപ്പൊ ഇന്ന് ഗില്ല് അത്യാവശ്യം നന്നായിട്ട് പെർഫോമൻസ് ചാൻസസ് ഉണ്ട്. നമുക്ക് ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് ശുഭ്മാൻ ഗില്ല്. ഇനി സായി സുദർശൻ ഇതേപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് പ്ലേ ചെയ്യാൻ ചാൻസസ് ഉള്ള ടീമാണ്. നമുക്ക് പുള്ളിയുടെ റെക്കോർഡ് നോക്കിയാൽ തന്നെ അറിയാം, 100% ആണ് ഡ്രീം ടീമിൽ വന്നിട്ടുള്ളത്. അതായത് കളിച്ച എല്ലാ മത്സരങ്ങളിലും പുള്ളി ഡ്രീം ടീമിൽ സ്ഥാനം നേടിയിട്ടുള്ള താരമാണ്. അപ്പോൾ പുള്ളിനെ ഇന്ന് നമുക്ക് പിച്ച് കണ്ടീഷൻസും കാര്യങ്ങളും വെച്ചിട്ട് പുള്ളിയുടെയും ഹോം ഗ്രൗണ്ട് കൂടി ആയതുകൊണ്ട് ഇന്ന് ടീമിൽ വരാൻ ചാൻസസ് ഉണ്ട്. ഓൾറൗണ്ടേഴ്സ് ആയിട്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ആരെയും സെലക്ട് ചെയ്യുന്നില്ല. ബോളിങ്ങിലേക്ക് വരുമ്പോൾ റഷീദ് ഖാൻ, പുള്ളി അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ബോൾ കൊണ്ട് പുള്ളി ഇച്ചിരി ഫോം ഔട്ട് ആണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ ഒരു ഹോം ഗ്രൗണ്ട് ആണ്. പുള്ളി കഴിഞ്ഞ സീസണിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തൊരു താരമാണ് അഹമ്മദാബാദിലെ ഗ്രൗണ്ടിൽ വെച്ചിട്ട്. അതേപോലെ തന്നെ മറ്റൊരു താരമാണ് നൂർ അഹമ്മദ്. മികച്ച ഫോമിലൂടെ കടന്നു പോകുന്ന ഒരു താരമാണ് നൂർ അഹമ്മദ്. നൂർ അഹമ്മദിനെ നമുക്ക് നമ്മുടെ ടീമിൽ ഉൾപ്പെടുത്താം. ഇനി അതേപോലെ തന്നെ മോഹിത് ശർമ്മയ്ക്ക് ഇന്ന് പറ്റിയൊരു കണ്ടീഷനാണ്. കുൽദീപ് യാദവിനും ഇന്ന് പറ്റിയൊരു കണ്ടീഷനാണ്. ഇനി ഇവരെ കൂടാതെ തന്നെ നമുക്ക് ഉമേഷ് യാദവിനും, ഇവർക്കൊക്കെ ഇന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. ഇനി ഇവരെ കൂടാതെ ഫോമിലുള്ള ഖലീൽ അഹമ്മദിനെ നമുക്ക് നമ്മുടെ ഡ്രീം ടീമിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇഷാൻ ശർമ്മേനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി പൃഥ്വിഷാനെയും വാർണറിനെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കാരണം പൃഥ്വിഷ നല്ല ഫോമിലാണ്, ഡേവിഡ് വാർണറും നല്ല ഫോമിലാണ്. ഇവർ രണ്ടുപേരും ഒരു ഓപ്പണിംഗ് പെയർ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു താരമാണ്. കാരണം GTയുടെ ഓൾമോസ്റ്റ് എല്ലാ ബോളേഴ്സിനെതിരെ മികച്ച റെക്കോർഡുള്ള രണ്ട് താരങ്ങളാണ് പൃഥ്വിഷായും ഡേവിഡ് വാർണറും. അപ്പോൾ ഇവരുടെ ഓപ്പണിംഗ് കോമ്പോ കുറച്ചും കൂടി ബാറ്റിങ്ങിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പിച്ചും കൂടി ആയതുകൊണ്ട് ഇവരുടെ ഓപ്പണിംഗ് കോമ്പോ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു പ്ലെയറാണ്. അല്ലെങ്കിൽ ഇന്ന് രണ്ടുപേർക്കും ഫോമിലേക്ക് തിരിച്ചു വരാനുള്ളൊരു അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അവരെയൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ കണ്ടീഷൻസ് വെച്ചിട്ട് ഇവർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവരെയൊക്കെ ഡ്രീം ടീമിൽ ഉൾപ്പെടുത്തിയ അത്യാവശ്യം നല്ലതായിരിക്കും. ഇനി ടോസിന് ശേഷം അപ്പോഴത്തെ പിച്ച് കണ്ടീഷൻസും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡ്രീം ടീം നമ്മൾ കൃത്യം 7:20 7:15 ആകുമ്പോഴേക്കും നമ്മുടെ സ്പോർട്സ് ഇൻഫ്ലക്സിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വരുന്ന വീഡിയോസൊക്കെ, നാളത്തെ മത്സരങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.